വിവേകത്തോടെ വോട്ട് ചെയ്യാൻ വിവേകദന്തങ്ങൾ ആവശ്യമില്ല. ഇത് കിയ ജർബർ എന്ന ഒരു അമേരിക്കൻ സൂപ്പർ മോഡൽ 2020 അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷന് വോട്ട് ചെയ്യാൻ ഫാൻസിന് തൻ്റെ പേജിലൂടെ ഫോട്ടോയും ക്യാപ്ഷനും കൊടുത്ത് അറിയിച്ച പോസ്റ്റാണ്. ഇതിൽ ഈ വ്യക്തി മാസ്ക് ധരിച്ച് ഒരു വീൽചെയറിൽ തംസപ്പ് നൽകി ഇരിക്കുന്നതും തൻ്റെ ഡോക്ടർ 2 വിസ്ഡം ടീത്ത് അല്ലെങ്കിൽ മൂന്നാമത്തെ അണപ്പല്ലുകൾ അല്ലെങ്കിൽ വിവേകദന്തങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്നതും കാണാം. എന്താണ് ഇങ്ങനെ എന്നല്ലേ? ഇലക്ഷൻ സമയമാകുമ്പോൾ പല സെലിബ്രിറ്റീസും വോട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു സൊസൈറ്റി എന്ന രീതിയിൽ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോയ്സാണ് നമ്മുടെ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ജർബറിൻ്റെ പോസ്റ്റ് മറ്റൊരു തീരുമാനത്തെ കൂടി ഹൈലൈറ്റ് ചെയ്യുന്നതായിരുന്നു. അതായത് നമ്മുടെ വിസ്ഡം ടൂത്ത് പറിക്കണോ വേണ്ടയോ എന്നുള്ളത്. വായിലെ ഏറ്റവും അവസാനമുള്ള പല്ലായ വിസ്ഡം ടീത്താണ് ഏറ്റവും അവസാനം, അതായത് 17 മുതൽ 25 വയസ്സിനിടയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെൻ്റൽ പ്രോബ്ലംസ് ഈ പല്ല് കാരണം ഉണ്ടാകുന്നുണ്ട്. കൂടുതലായും ഈ പല്ലിന് വരാൻ സ്ഥലമില്ല എങ്കിൽ പുറത്തേക്ക് വരാൻ കഴിയാതെ പലപ്പോഴും ഇത് മോണകൾക്കുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള പല്ലിൻ്റെ വേരുകളെ തള്ളുകയും വായുടെ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടാവുകയും പല്ല് സംബന്ധമായ അസുഖങ്ങൾ കൂടുതലായി ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല മറ്റ് അടുത്ത പല്ലുകളിലേക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാകുകയും ശരിയായ രീതിയിൽ പല്ലുകൾ തമ്മിൽ ബൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കടിക്കുന്നതിന് കഴിയാതെ വരികയും ചെയ്യും. ഇതുപോലെയുള്ള പല പ്രശ്നങ്ങൾ കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വിസ്ഡം ടീത്ത് പറിക്കുക എന്നതാണ് ഒരു കോമൺ ഡെൻ്റൽ പ്രാക്ടീസ്. എന്നാൽ ഇന്ന് കൂടുതലും വെയിറ്റ് ആൻഡ് സീ അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഈ വിസ്ഡം ടൂത്തുകൾ എല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ, കേട് വന്നിട്ടുണ്ട് എങ്കിൽ, ഈ പല്ലിന് ചുറ്റുമുള്ള മോണയ്ക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ, പല്ലുകൾ തമ്മിൽ കടിക്കുന്നതിൽ വ്യത്യാസം വരികയാണെങ്കിലൊക്കെ പറിച്ചു കളയുക എന്നതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയൊന്നുമില്ല എങ്കിൽ വിസ്ഡം ടൂത്തിനെ സൂക്ഷ്മമായി മോണിറ്റർ ചെയ്യുകയും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ പറിച്ചു കളയാതെ അങ്ങനെ തന്നെ വയ്ക്കാവുന്നതുമാണ്. ഇത് പല്ല് വൃത്തിയായി സൂക്ഷിക്കുകയും റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ് നടത്തുകയും ചെയ്താൽ ഏറ്റവും ബെസ്റ്റായി വർക്ക് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. കാൻഡിഡേറ്റ്സിന് ആർക്ക് വോട്ട് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുന്നത് പോലെ ഈ വാച്ച് ആൻഡ് വെയിറ്റ് അപ്രോച്ച് വിസ്ഡം ടീത്ത് നിങ്ങളുടെ വായിൽ ഉണ്ടാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. വിസ്ഡം ടീത്തിന് വോട്ട് ചെയ്യണോ, അതായത് വിസ്ഡം ടീത്തിനെ വായിൽ നിലനിർത്തണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇനി വയസ്സായി അല്ലെങ്കിൽ വിവേകത്തോടെ തീരുമാനിക്കാൻ കഴിയും.